ഹലോ, ഈ കൃഷി ഒന്ന് നേരിട്ട് കാണാവുന്നതാ. ഇതിനെക്കുറിച്ച് കൂടുതലൊന്ന് പറഞ്ഞു തരുമോ? കൃഷിയില് ലോട്ടിന്റെ വയ്യ. ലോട്ട് എടുത്താൽ ഏതെങ്കിലും കാലത്ത് കിട്ടുന്ന മഴയാണ്. ഈ അള്ളാന്റെ ദുനിയാവുള്ള കൃഷിക്കാരൊക്കെ നമ്മൾ അവര് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് കൃഷി എന്ന് പറഞ്ഞത്. കാരണം ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. നല്ലൊരു കാര്യമാണ്. ഇന്നിപ്പോ എന്റെ മോൻ വരെ എനിക്കിന്ന് ദുബായിക്ക് പോകണം എന്ന് പറഞ്ഞാല് ഓന് കരിപ്പൂർ പോയി കണ്ട് എയർപോർട്ടിൽ പോയി കണ്ട് ടിക്കറ്റ് എടുത്താണ് ഏത് അലാക്കും വിടാം. പക്ഷെ എനിക്ക് ഇന്ന് ബൈക്ക് ഉണ്ട്, ബസ്ക് ഉണ്ട്, ഇവരാരും ചോറ് വേണം. ഇങ്ങനത്തെ ഈ ചോറ് ഉണ്ടാക്കാൻ പറ്റിയ ആളുകൾ ഇന്നപ്പോണ്ട് ഈ കളിതുണി ഇട്ട് നിറവില്ല നോക്കെ ചീഞ്ഞ ആഴ്ചയായ ഈ ആളുകൾ ഉണ്ടാക്കിയാലാണ് ഇത് ഭക്ഷണം കിട്ടുക എല്ലാവർക്കും. ഞാൻ മാത്രമല്ല ഈ ദുനിയാവിൽ കൃഷി ചെയ്യുന്ന ഏത് ആൾക്കാർ, അത് നമ്മളെ ഗവൺമെന്റുകൾ ഏത് ബഡ്കൂസ് ഗവൺമെന്റ് എന്നാലും ഇവിടെ കണക്കാന്നെ പാവപ്പെട്ടവന് പാവപ്പെട്ടവന് ആ നൈസിനോന് ഒരു മെച്ചം കൃഷിക്കാർക്ക് പല ആനുകൂല്യങ്ങളും എത്താനുകൂല്യം ചെല്ലുമ്പോ ഇന്നലെ എവിടെയെന്ന് ചോദിച്ചു. ഇത് 4 ദിവസം മുന്നേ ഇതൊക്കെ കഴിഞ്ഞ ടൈം ഇത് എത്തുമ്പോ അതിനറിയാൻ തന്നെ 80% കൃഷിക്കാര്. ഇപ്പത്തെ അല്ലേ കുറച്ച് നമ്മൾ കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് ഇപ്പത്തെ ഇത് അങ്ങനെയാണ്. മറ്റത് തരണ്ട് ഇത് തരണ്ട് അറിയും. ഞാൻ എന്റെ കൃഷി ഒന്നായിട്ട് കേടുന്നുണ്ട്. ഓഫീസറൊക്കെ വന്ന് നോക്കി തരാം. ഇൻഷൂർ ചെയ്തിക്കണേ. ഇൻഷൂറിന് എത്ര ചില്ലറ കൈ കിട്ടും? കപ്പലിനൊക്കെ ഒരു കണക്കുണ്ട്. നെല്ലിനെ കിട്ടും. മെനക്കെണ്ണുള്ള ഇപ്പത്തെ ടൈം കിട്ടൂല. ഇപ്പൊ 13 രൂപ 12 രൂപയ്ക്കാണ് കൂടെ പറിച്ചത്. ഒരു പാവം മൊല്ലാളിക്ക് കൊടുക്കണം. അതിന് 13 കീടും. എന്തൊക്കെ ആലാക്കാണ്. പന്നി വേറെ ദുനിയാവുള്ള പന്നിനെ പിടിക്കാൻ ഒരു മാർഗമില്ലേ? പന്നിനെ പഞ്ചായത്തിലൊക്കെ പോയിക്കാണ്ട് ഒപ്പ് ശേഖരണം ഒക്കെ കഴിഞ്ഞു. പഞ്ചായത്ത് പറഞ്ഞ് അതിന് ആളെ പിന്നെ നോക്കാന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു. ആ തലും പലില്ലാത്ത പഞ്ചായത്ത് ഫാഷന് ഒക്കെ തമർന്നില്ലേ. പന്നി ശല്യം വളരെ പെട്ടെന്ന്. പന്നി വേറെ, മുള്ളം പന്നി വേറെ, കുരങ്ങ് വേറെ, മയില് വേറെ. രണ്ടടി ഇങ്ങോട്ട് പോയി ഞാൻ കാണിച്ചു തരാം. ആ ഇച്ചിലാർക്കും ഇവിടെ കയറി പോകാൻ പറ്റില്ല. കുറുക്കനൊന്നും പോവില്ല. ഓല് ഇപ്പോഴും അറ്റാ ചാട്ടാ.